ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ബി.ജെ.പിക്ക് പ്രതിസന്ധിയായി ഹരിയാന. സംസ്ഥാനത്തെ 3 സ്വതന്ത്ര എം.എൽ.എമാർ ബി.ജെ.പി സർക്കാരിനോടുള്ള പിന്തുണ പിൻവലിച്ചതോടെ 90-അംഗ നിയമസഭയിൽ സർക്കാരിന് കേവല ഭൂരിപക്ഷം നഷ്ടമായി. 90-അംഗ നിയമസഭയിൽ ഭരണപക്ഷത്തിന്റെ അംഗസംഖ്യ നിലവിൽ 42 ആണ്. വിവരങ്ങളുമായി സിബി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സിബി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് ഹരിയാനയിൽ അപ്രതീക്ഷിത പ്രതിസന്ധി ബി.ജെ.പിയെ തേടിയെത്തിയിരിക്കുന്നത്. ഈ ഹരിയാനയിൽ കുറെ നാളുകളായി വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയാകുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയൊക്കെ മാറ്റി മുഖം രക്ഷിക്കാനുള്ള നടപടികളൊക്കെ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് വരികയും സ്വതന്ത്രരൊക്കെ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഹരിയാനയിൽ എന്താണ് സംഭവിച്ചത്? മനു, തീർച്ചയായും മൂന്നാം ഘട്ട വോട്ടെടുപ്പിൻ്റെ ദിനത്തിൽ തന്നെയാണ് ബി.ജെ.പിയിൽ ഹരിയാനയിൽ പ്രത്യേകിച്ച് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, വളരെ കുറേ നാളുകളായി ഹരിയാനയിലെ ബി.ജെ.പി സർക്കാർ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടാകുകയും പിന്നീട് എൻ.ഡി.എയുടെ സഖ്യകക്ഷിയായിരുന്ന ജെ.ജെ.പി ഈ ബി.ജെ.പിക്കുള്ള എല്ലാ പിന്തുണയും പിൻവലിക്കുകയും ജെ.ജെ.പിയുടെ 10 എം.എൽ.എമാർ ബി.ജെ.പിയുടെ എല്ലാ പിന്തുണയും പിൻവലിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മനോഹർലാൽ ഖട്ടർ സർക്കാർ, ബി.ജെ.പിയുടെ സർക്കാർ പൂർണ്ണമായും മന്ത്രിസഭകൾ ഉൾപ്പെടെ എല്ലാ നിലയും രാജിവെക്കുകയും പിന്നീട് ഇത്തരത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയുമായിരുന്നു. അത് നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ബി.ജെ.പി തന്നെ സർക്കാർ പിന്നീട് വീണ്ടും അധികാരത്തിൽ വരികയും ഒരു മുഖം മേനക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ബി.ജെ.പി പിന്നീട് കണ്ടത്. എന്നാൽ ആ സർക്കാരും ഇപ്പോൾ നിലനിൽപ്പില്ല എന്ന് വ്യക്തമാക്കുന്ന പുതിയ സംഭവവികാസങ്ങൾ പുറത്തുവരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെ.ജെ.പി ഇത്തരത്തിൽ പിന്തുണ പിൻവലിച്ചുകൂടി തന്നെ ബി.ജെ.പിയുടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാവുകയും പിന്നീട് 3 സ്വതന്ത്രന്മാരുടെ എല്ലാ നിലയും പിൻബലത്തോടെയാണ് ബി.ജെ.പി വീണ്ടും ഹരിയാനയിൽ ഒരു അധികാരം ഉറപ്പിച്ചത്. 90-അംഗ നിയമസഭയിൽ 41 അംഗമാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളത്. ഇതിൽ സ്വതന്ത്രന്മാരുടെ കൂടെ പിന്തുണയോടുകൂടി തന്നെ 46 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി.ജെ.പി എത്തുകയായിരുന്നു. ഇപ്പോൾ 3 സ്വതന്ത്രന്മാർ പിന്തുണ പിൻവലിക്കുകയും നിരുപാധികം കോൺഗ്രസിനും ഇന്ത്യ സഖ്യകൾക്കും ഇപ്പോൾ പിന്തുണ നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് ഹരിയാനയിലെ ബി.ജെ.പി സർക്കാരിനെ ഇന്നലെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സിബി, നമുക്കറിയാം ബി.ജെ.പിയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. അവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരം, പണം, ആൾബലമൊക്കെ ഉണ്ട്. ഇവിടെ ഈ ജെ.ജെ.പിയെ പിളർത്തി സർക്കാർ നിലനിർത്താനുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണോ ബി.ജെ.പിയുടെ അണിയറ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്? നേരത്തെ നമുക്കറിയാം ജെ.ജെ.പിയുടെ ചില എം.എൽ.എമാരൊക്കെ പല ഘട്ടങ്ങളിലും അവർ സഖ്യം വിട്ടതിന് ശേഷവും ബി.ജെ.പിയോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടതാണ്. തീർച്ചയായും മനു, വളരെ വലിയൊരു കുതിര കച്ചവടത്തിനായിരിക്കും ബി.ജെ.പി സ്വാഭാവികമായും ഹരിയാനയിൽ ഇനിയിപ്പോൾ ഒരു ഭരണം നിലനിർത്താനും വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ താമര വഴിയും അല്ലാതെ തന്നെ എല്ലാ എം.എൽ.എമാരെല്ലാ നിലയും വിലക്കെടുത്തെല്ലാ നിലയും സർക്കാരുകൾ രൂപീകരിച്ച ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു സ്വഭാവം ബി.ജെ.പിക്ക് ഉണ്ട്. സ്വാഭാവികമായും അത് ഹരിയാനയിൽ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രണ്ട് പക്ഷത്ത് നോക്കിയാൽ ബി.ജെ.പിക്ക് ഇപ്പോൾ 42 സീറ്റുണ്ട്. 46 അല്ലെങ്കിൽ 45 കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. കോൺഗ്രസിനെയും മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കൾ നമ്മൾ നോക്കുമ്പോൾ 34 സീറ്റുകളാണുള്ളത്. ഇതിൽ ഏറ്റവും എളുപ്പം ബി.ജെ.പിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജെ.ജെ.പിയുടെ 10 എം.എൽ.എമാരെ അടർത്തിയത് അല്ലെങ്കിൽ 10 എം.എൽ.എമാർ നേരത്തെ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഈ 10 എം.എൽ.എമാരിൽ നിന്നും 3-4 പേരെ അടർത്തിയെടുത്തുകൊണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം ബി.ജെ.പി ആരംഭിച്ചു കഴിഞ്ഞു. അതല്ലെങ്കിൽ 7 സ്വതന്ത്ര എം.എൽ.എമാരുണ്ട്. ഇതിൽ 3 പേരാണ് പിന്തുണ പിൻവലിച്ചത്. ഇനി മറ്റു സ്വതന്ത്രമാരെയും ഇത്തരത്തിൽ കൂട്ടുപിടിക്കാനുള്ള ഒരു സാധ്യതയും ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഹരിയാനയിൽ വരും മണിക്കൂറിൽ ഏറെ നിർണായകമാണ്. എങ്ങനെയും ഭരണം നിലനിർത്താൻ വേണ്ടി ബി.ജെ.പി കേവല ഭൂരിപക്ഷം ലഭിക്കാൻ വേണ്ടി എല്ലാ നിലയും എല്ലാ കുതിരക്കച്ചവടം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി വരും മണിക്കൂറിൽ നോക്കിക്കാണുന്നതും അത് തന്നെയാണ്. 45 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ ബി.ജെ.പി ശ്രമിക്കുമ്പോൾ നിലവിൽ കേവല ഭൂരിപക്ഷം ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാത്രമാണ് ഇപ്പോൾ ബി.ജെ.പി നിൽക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അവിടെ ഹരിയാനയിൽ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ആവശ്യമായി കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ഇത്തരത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹൂഡ് അടക്കം അതിനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ PCC അധ്യക്ഷൻ ഉദയൻ ഭായ് അടക്കം എല്ലാത്തിൻ്റെയും മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നിൽക്കുന്നു. മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ തന്നെ ആരോപിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ
ബി ജെ പിക്ക് ഉണ്ടാകുന്ന വളരെ വലിയൊരു അപജയവും ബി ജെ പിക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടിയാണ് ഈ ഒരു ഹരിയാനയിലെ പുതിയ സംഭവ വികാസങ്ങൾ എന്ന് ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രചരണ ആയുധമാക്കി ഇപ്പോൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ ഇപ്പോഴത്തെ നിലവിലെ രാജ്യത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ തരംഗമാണ്, അല്ലെങ്കിൽ തരംഗത്തിൻ്റെ ഒരു തരംഗമാണ് ഈ ഒരു ബി ജെ പിക്ക് ഹരിയാനയിൽ സംഭവിച്ചതെന്നുള്ളതാണ് കോൺഗ്രസ് ഇന്നലെ എക്സിൽ കുറിച്ചത്. എന്നാൽ ഇതൊരു വലിയ പ്രചരണ ആയുധമാക്കി ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കോൺഗ്രസും ശ്രമിക്കുന്നു. ബി ജെ പിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഹരിയാനയിൽ ഏറ്റവും സ്ട്രോങ് ആയ ഒരു സർക്കാർ ഇത്തരത്തിൽ താഴെ പോകാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയും ബി ജെ പി സർക്കാരെ നിലനിർത്താൻ വേണ്ടി ഹരിയാനയിൽ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ വലിയ ഒരു കുതിരക്കച്ചവടത്തിന് തന്നെയാകും ഇപ്പോൾ ശ്രമം ഉണ്ടാകുക. ഏതായാലും ഇപ്പോൾ നിലവിൽ ജെ ജെ പി എം എൽ എമാർ എല്ലാം തന്നെയും കോൺഗ്രസിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ എൻ ഡി എയുടെ പിന്തുണ പിൻവലിച്ച് മാറി നിൽക്കുന്ന ഇവരെല്ലാം തന്നെയും കോൺഗ്രസിന് ഒരു പിന്തുണ പിൻവലിച്ചുകൊണ്ട് മറ്റൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയും എല്ലാം തന്നെയും മറുപക്ഷത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ബി ജെ പി സംബന്ധിച്ച് ഇനി ഏത് രീതിക്ക് ഏതൊരു കുതിരക്കച്ചവടത്തിലായിരിക്കും ഈ ഒരു ഹരിയാനയിലെ സർക്കാർ നിലനിർത്താൻ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയും വലിയ തിരിച്ചടിയുമാണ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും ഈ വോട്ടെടുപ്പ് ഘട്ടത്തിലെല്ലാം തന്നെയും ഹരിയാനയിൽ ബി ജെ പിക്ക് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനു, ശരി. ഏതായാലും നമുക്കറിയാം ബി ജെ പി അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ വന്നാൽ സ്വാഭാവികമായും അവർ കുതിരക്കച്ചവടത്തിന് ശ്രമിക്കുമെന്ന് നമുക്കറിയാം. അതാണ് നമ്മുടെ മുൻപിലുള്ള അനുഭവങ്ങളും. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വാർത്തകൾ കേൾക്കുന്നത്. ഈ ജെ ജെ പിയെ പിളർത്തി അവരുടെ എം എൽ എമാരെ കൂടെ കൂട്ടി സർക്കാർ നിലനിർത്താനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിലാണ് ബി ജെ പിയുടെ അവിടുത്തെ നീക്കങ്ങൾ. പക്ഷേ അവരെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് വലിയ തിരിച്ചടി തന്നെയാണ്. അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്യും. ഒരു വലിയ പ്രതിസന്ധി, തിരിച്ചടി ബി ജെ പി ഭയന്ന് തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ സംഭവ വികാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകും എന്നൊരു ചിന്ത പൊതുവെ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് അവരുടെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്നതിൽ നിന്നും പൊതുവെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്.